കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകൾ വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്തായ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്രൻ പരിശുദ്ധാത്മാ സർവ്വസ്വരെ നയിക്കുവാവേ.